അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ അതായത് നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? മധ്യപ്രദേശാണ് ആൻസർ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനമാണേത്? അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, കൻഹ നാഷണൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പം കൻഹ നാഷണൽ പാർക്കുണ്ട്, അതുപോലെ പെഞ്ച് നാഷണൽ പാർക്ക് കേട്ടോ. ഏതാണ്? പെഞ്ച് നാഷണൽ പാർക്ക്. ഈ പെഞ്ച് നാഷണൽ പാർക്കിനെ ഇന്ദിര പ്രിയദർശിനി നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഇന്ദിര പ്രിയദർശിനി നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഫോസിൽ നാഷണൽ പാർക്ക് അതേതെന്ന് ചോദിച്ചാൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ് കേട്ടോ. അതുപോലെ സത്പുര നാഷണൽ പാർക്ക്, വനവിഹാർ നാഷണൽ പാർക്ക്, അതുപോലെ പന്ന നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരം എന്ന് ചോദിച്ചാൽ കെൻ നദിക്കരയിലാണ് ഇത് പന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുനോ നാഷണൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അതുപോലെ കുനോ നാഷണൽ പാർക്കുണ്ട്. അതുപോലെ സഞ്ജയ് നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്കുകളൊക്കെ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരുകൾ എന്താണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എന്നിട്ട് എന്താണ് ഇതുപോലെ നാഷണൽ പാർക്കുകളുടെ പേര് എന്നിട്ട് മധ്യപ്രദേശിൽ ഉൾപ്പെടാത്ത നാഷണൽ പാർക്ക് ഏതെന്നൊക്കെ നമ്മുടെ അടുത്തൊരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഗോവ ഓപ്ഷനിലുണ്ട് അല്ലേ. അപ്പം ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്ക് വെച്ചാൽ ഏതാണ്? അത് മൊല്ലം നാഷണൽ പാർക്കാണ്. ഇവിടെ മൊല്ലം നാഷണൽ പാർക്ക് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ഗോവയിലാണ് കേട്ടോ, ഗോവ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആകത്തെ നാഷണൽ പാർക്കുണ്ട് 5 നാഷണൽ പാർക്കുകളാണ് അല്ലേ. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5 നാഷണൽ പാർക്കാണ്. അതിലൊന്ന് ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. അടുത്തത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അടുത്ത 3 നാഷണൽ പാർക്കുകളാണ് കേട്ടോ, മതികെട്ടാൻചോല, അതുപോലെ ആനമുടിച്ചോല, പാമ്പാടിൻചോല. ഈ പറയുന്ന 3 ചോല വനങ്ങൾ, ഈ പറയുന്ന 3ഉം എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് കൂടാതെ ആരും കൂടെ ഉണ്ട്, പെരിയാറും നാഷണൽ പാർക്കാണ്. പക്ഷേ നമ്മുടെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം പെരിയാറിന് എന്തായിട്ട് നാഷണൽ പാർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, PSCക്ക് വേണ്ടി എത്രയെന്ന് പഠിച്ചു വെച്ചേക്കുക? 5 നാഷണൽ പാർക്ക് എന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ 2 പറഞ്ഞു, അതാണ് ഏതൊക്കെ? ഒഡീഷ, ഛത്തീസ്ഗഡ് കേട്ടോ. ഒഡീഷ, ഛത്തീസ്ഗഡ് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായ 82 ഡിഗ്രി കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത്. ഇനി ഇന്ത്യയുടെ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ക്ലോക്ക് ടവർ മിർസാപൂറിലാണ് കേട്ടോ. എവിടെയാണ്? മിർസാപൂർ എവിടെയെന്ന് ചോദിച്ചാൽ അത് അലഹബാദിലാണ് കേട്ടോ. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. അത് അലഹബാദിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ ഏതാണ്? അത് പ്രയാഗ് രാജാണ്. എന്ത്? അലഹബാദിൻ്റെ പുതിയ പേര്. ഓക്കെ. ഇനി നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. അപ്പോൾ രേഖാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഓക്കെയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ രേഖാംശ രേഖയാണ് 68 ഡിഗ്രി 7 മിനിറ്റ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തെ രേഖാംശ രേഖയാണ് 97 ഡിഗ്രി 25 മിനിറ്റ്. അപ്പം ഈ പറയുന്ന 97 ഡിഗ്രി 25 മിനിറ്റ് നിന്ന് 68 ഡിഗ്രി 7 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 30 ഡിഗ്രി കിട്ടും. അതാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയുടെ കിഴക്കേ ഏറ്റവും പടിഞ്ഞാറ് ഏറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര? അതെന്താണ്? അത് 2 മണിക്കൂറാണ് കേട്ടോ. കിഴക്കേ ഏറ്റവും പടിഞ്ഞാറ് ഏറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം ചോദിച്ചാൽ എത്രയാണ്? അത് 2 മണിക്കൂറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? അപ്പോൾ ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണെന്ന് ചോദിച്ചാൽ അത് 5.5 മണിക്കൂർ കൂടുതലാണ്. ഓക്കെയാണ്. അതാണ് 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ കൂടുതലെന്ന് വെച്ചില്ലേ. അപ്പം PSC ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച PQ ക്വസ്റ്റ്യനുകളാണ്. അതായത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി വേണം. ഇപ്പം ഗ്രീനിച്ചിലെ സമയം 6 AM എന്നിരിക്കട്ടെ, എന്നാൽ ഇന്ത്യൻ സമയം എത്ര? അപ്പം ഗ്രീനിച്ചിലെ സമയം 6 AM ആണെങ്കിൽ ഇന്ത്യൻ സമയം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6ൻ്റെ കൂടെ 5.5 കൂട്ടിയാൽ മതി. അപ്പോൾ 7, 8, 9, 10, 11. ഓക്കെയാണ്. 11 1/2 11.5 AM.
അപ്പം ഗ്രീനിച്ചിലെ സമയം നമ്മളടുത്ത് പറയുകയാണ് 8 AM ആണ്. എന്നാൽ ഇന്ത്യൻ സമയം എത്രയെന്ന് വെച്ചാൽ എത്ര? ഇന്ത്യൻ സമയം 4 മണിക്കൂർ കൂടുമ്പോൾ തന്നെ 12 ആവും അല്ലേ? 9, 10, 11, 12. പിന്നെ അടുത്ത 1. അപ്പോൾ 1:30 12 മണി കഴിഞ്ഞാൽ പിന്നെ PM ആയില്ലേ? അപ്പോൾ 1:30 PM ആണ് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനാണ് പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പാകിസ്ഥാനാണ് കേട്ടോ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണ്. കൃത്യമായി പഠിച്ചേക്കുക. ഉത്തരം ഏതാണ്? രാജസ്ഥാനാണ് ഉത്തരം. ഇനി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെ ഏത് പ്രദേശവുമായിട്ടാണ് അതിർത്തി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ പ്രദേശം ചോദിച്ചാൽ ലഡാക്ക് എന്ന് പറയുന്നത്. ഓക്കെയാണേ. എന്നാൽ കൃത്യമായി ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരുമായിട്ടാണ് കേട്ടോ. ആരുമായിട്ടാണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീരുമായിട്ടാണ് എന്ത്? അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ഇനി നേപ്പാൾ ഉണ്ടല്ലോ, നേപ്പാൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനവുമായിട്ടെന്ന് ചോദിച്ചാൽ അത് ബീഹാറുമായിട്ടാണ് കേട്ടോ. ആരുമായിട്ടാണ്? ബീഹാറുമായി. അതുപോലെ ചൈന ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടെന്ന് ചോദിച്ചാൽ ആരുമായിട്ടാണ്? അത് അരുണാചൽ പ്രദേശാണ് കേട്ടോ. ആരാണ്? അരുണാചൽ പ്രദേശാണ്. ഏത്? ചൈന ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം, അല്ലെങ്കിൽ ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളാണ് മ്യാൻമർ അല്ലേ? മ്യാൻമറുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും ആര് തന്നെയാണ്? അതും അരുണാചൽ പ്രദേശാണ്, അരുണാചൽ പ്രദേശ്. ഇനി ഇത് കൂടാതെ ഭൂട്ടാനുണ്ട്. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആസാമാണ്, ആസാം. ഇനി മറ്റൊന്നാണ് വെസ്റ്റ് ബംഗാൾ. അപ്പം വെസ്റ്റ് ബംഗാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി, അതായത് വെസ്റ്റ് ബംഗാൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ്? ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പം ക്വസ്റ്റ്യൻ ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇന്ത്യയുമായി ആകെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 9 അതിൽ കര അതിർത്തി ചോദിച്ചാൽ എത്ര എണ്ണം? 7 രാജ്യങ്ങളാണ് കര അതിർത്തി. സമുദ്ര അതിർത്തി ചോദിച്ചാൽ എത്ര എണ്ണം? അത് 2 കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഈ തന്നിരിക്കുന്ന 7 കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയുമായി. അതുപോലെ സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് ശ്രീലങ്കയും 2 മാലിദ്വീപുമാണ് കേട്ടോ. ശ്രീലങ്ക, മാലിദ്വീപ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ് കേട്ടോ. നമ്മുടെ മനസ്സിലോട്ട് ഇന്ദിരാ പോയിൻ്റൊക്കെ എഴുതാൻ വരും, പക്ഷേ എഴുതരുത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം ചോദിച്ചാൽ ഏതാണ്? അത് കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റം ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ദിരാക്കോളാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ മെയിൻലാൻഡ് ഉണ്ടല്ലോ, ഇന്ത്യൻ മെയിൻലാൻഡ്, ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ വടക്കേയറ്റമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റം. അതുപോലെ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ തെക്കേയറ്റമാണ് എന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റവും. ഇനി ഇന്ദിരാ പോയിൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചാലാണ് ഉത്തരം ഏത്? അത് ഇന്ദിരാ പോയിൻ്റാണ് കേട്ടോ. ഇന്ദിരാ പോയിൻ്റ്. ഇന്ദിരാ പോയിൻറ്റിൻ്റെ പഴയ പേരാണ് പിഗ്മാലിയൻ പോയിൻ്റ് അല്ലെങ്കിൽ പാഴ്സൺ പോയിൻ്റ് കേട്ടോ. അല്ലെങ്കിൽ മറ്റു പേരുകളാണെന്ത്? പിഗ്മാലിയൻ പോയിൻ്റ്, അതുപോലെ പാഴ്സൺ പോയിൻ്റ്. എന്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാ പോയിൻറ്റിൻ്റെ പേരാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേയറ്റമാണ് ഏത്? ഇന്ദിരാ പോയിൻ്റ്. നമ്മൾ ആൻഡമാൻ നിക്കോബറിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡുകളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇന്ദിരാ പോയിൻറ്റിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഇന്തോനേഷ്യയാണ് കേട്ടോ. ഏതാണ് ആ രാജ്യം? അത് ഇന്തോനേഷ്യയാണ് ഇന്ദിരാ പോയിൻറ്റിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റമെന്നോ ഇന്ത്യയുടെ വടക്കേയറ്റമെന്നോ ചോദിച്ചാൽ ആൻസർ ഏതാണ്? അത് ഇന്ദിരാക്കോളാണ് കേട്ടോ. ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരം ഉണ്ടല്ലോ, തിരുവനന്തപുരം ഒരു ഉത്തരവായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത്? ഓക്കെ, തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏത്? വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വതമാണ് കേട്ടോ. വിന്ധ്യ പർവ്വതം. ഇൻ കേസ് ഓപ്ഷനിൽ ഇതാണ്ട് ഇപ്പം ഇവിടെ ബി സത്പുര, ഡി വിന്ധ്യ എന്നല്ലേ തന്നുകൊണ്ട്
അതുകൊണ്ടാണ് വിന്ധ്യ എന്ന് കിട്ടിയ. ഇപ്പം പൂർവ്വഘട്ടം, ആരവല്ലി, ഈ സത്പുരയ്ക്ക് പകരം എന്താണ് പശ്ചിമഘട്ടം. ഇവിടെ വിന്ധ്യ സത്പുര പർവ്വതനിര എന്ന് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നമ്മൾ വിന്ധ്യ സത്പുര എഴുതിയാണ് കേട്ടാ. അപ്പോൾ വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ആര്, സത്പുര കേട്ടാ. വിന്ധ്യയ്ക്ക് സമാന്തരമായി തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്, സത്പുര. അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്. നദി ചോദിച്ചാൽ ഉത്തരം നർമ്മദയാണ് കേട്ടോ. നദി ഏതാണ്, നർമ്മദ. അതുപോലെ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതെന്ന് ചോദിക്കും. അക്ഷാംശരേഖ ചോദിച്ചാൽ അതാണ് ഉത്തരായന രേഖ. അതിൻ്റെ ഉത്തരമാണ് ഉത്തരായന രേഖ. അതാണ് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. അതാണെന്ത്, ഇന്ത്യയെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ. അടുത്ത ക്വസ്റ്റ്യനാണ് ഏത്, ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏത്. ഉത്തരം ഏതാണ്, അത് ഗംഗാ നദിയാണ്. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ നദി ചോദിച്ചാൽ ഏതാണ്, അത് ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. അതുപോലെ പുണ്യ നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ചോദിച്ചാലും ഏതാണ്, അത് ഗംഗാ നദിയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ നദി ചോദിച്ചാലും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ പുണ്യ നദി ചോദിച്ചാലും ഏതാണ് ഉത്തരം, അത് ഗംഗാ നദിയാണ്. ഗംഗാ നദി. ഗംഗാ നദിയുടെ നീളം ചോദിച്ചാൽ അത് 25 കിലോമീറ്റർ കേട്ടോ. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം. ഇനി ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗോമുഖ് ഗുഹ അല്ലെങ്കിൽ നമ്മൾ ഗായ്മുഖ് എന്ന് പറയും. എന്നാൽ PSCയുടെ ഉത്തര സൂചികയിൽ ഗോമുഖ്, അപ്പം അങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് ഗുഹയിൽ നിന്നുമാണ് ഏത് ഉത്ഭവിക്കുന്നത്, ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അതങ്ങ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് ഏത്, ഈ പറയുന്ന ഗായ്മുഖ് എന്നറിയപ്പെടുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാലും ഏതാണ്, ഈ പറയുന്ന ഗംഗാ നദിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഏത്, ഗംഗാ നദി. ഇനി ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ഒരു സംരക്ഷണ പദ്ധതിയാണ് ഏത്, നമാമി ഗംഗാ പദ്ധതി. നമാമി ഗംഗാ പദ്ധതി 2014 കൊണ്ടുവന്നത് കേട്ടോ. 2014. ഇത് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആര്, അത് നരേന്ദ്രമോദിയാണ് കേട്ടോ. നരേന്ദ്രമോദി. ഇതൊരു PQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ ആ PQ ക്വസ്റ്റ്യനുകൾ കിട്ടാത്ത ക്വസ്റ്റ്യനുകളുണ്ടല്ലോ, അതിങ്ങനെ എഴുതി കാണിക്കുവാണേ.